നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യൂറോ കപ്പിലെ എല്ലാ ടീമുകളും ഒരു മത്സരം കളിച്ചു കഴിഞ്ഞു. അതായത് ഗ്രൂപ്പ് സ്റ്റേജിലെ ആദ്യ റൗണ്ട് മത്സരങ്ങൾ കഴിഞ്ഞു എന്നർത്ഥം. ഇപ്പോൾ ഗ്രൂപ്പ് എയിൽ ജർമ്മനിയും സ്വിറ്റ്സർലൻഡും ആദ്യ മത്സരങ്ങൾ വിജയിച്ച് 3 വീതം പോയിന്റുകളുമായിട്ട് നിൽക്കുമ്പോൾ ഹംഗറിയും സ്കോട്ട്ലൻഡും തോറ്റു നിൽക്കുകയാണ്. ഗ്രൂപ്പ് ബിയിൽ സ്പെയിനും ഇറ്റലിയും ആദ്യ മത്സരങ്ങൾ വിജയിച്ച് 3 പോയിന്റുമായിട്ട് അൽബേനിയയും ക്രൊയേഷ്യയും പോയിന്റുകളില്ലാതെ നിൽക്കുന്നു. ഗ്രൂപ്പ് സിയിൽ ഇംഗ്ലണ്ട് ആദ്യ മത്സരം വിജയിച്ചുകൊണ്ട് 3 പോയിന്റ്, ഡെൻമാർക്കും സ്ലൊവേനിയയും സമനിലയിൽ കുരുങ്ങി ഓരോ പോയിന്റുകൾ, സെർബിയക്ക് പോയിന്റ് ഇല്ല. ഗ്രൂപ്പ് ഡി ആവട്ടെ നെതർലൻഡ്സും ഫ്രാൻസും 3 വീതം പോയിന്റുകളുമായിട്ട് നിൽക്കുന്നു. പോളണ്ടിനും ഓസ്ട്രിയക്കും പോയിന്റുകളില്ലാത്ത സ്ഥിതിവിശേഷമാണ്. ഗ്രൂപ്പ് ഇയിൽ റൊമേനിയയും സ്ലൊവേക്കിയയും ആദ്യ മത്സരങ്ങൾ വിജയിച്ചു 3 വീതം പോയിന്റ്, ബെൽജിയം പൊട്ടി, യുക്രൈനും പൊട്ടി, പോയിന്റുകളില്ലാതെ നിൽക്കുന്നു. ഗ്രൂപ്പ് എഫിൽ തുർക്കിയെയും പോർച്ചുഗലും 3 വീതം പോയിന്റുകളുമായിട്ട് നിൽക്കുന്നു. സെച്ചിയയും ജോർജിയയും പോയിന്റുകളില്ലാതെ നിൽക്കുന്നു. ഈ ഘട്ടത്തിൽ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് പവർ റാങ്കിങ്. കളി തുടങ്ങിയതിന് ശേഷമുള്ള ആദ്യ പവർ റാങ്കിങ് നമ്മൾ എടുക്കുന്നത് ഫോക്സ് സ്പോർട്സിൻ്റെ പവർ റാങ്കിങ് ആണ്. ഓരോ ടീമുകളുടെ പ്രകടനം അനുസരിച്ച് ഒറ്റ സെൻറ്റൻസിൽ അവരെ വിശേഷിപ്പിക്കുന്നുമുണ്ട്. സ്കോട്ട്ലൻഡാണ് ഏറ്റവും താഴെയുള്ളത്. കിരീട സാധ്യത ഏറ്റവും കുറഞ്ഞ ടീം. ആദ്യ റൗണ്ടിലെ പ്രകടനം വെച്ച് നോക്കുമ്പോഴും ഏറ്റവും മോശം പ്രകടനം. ജർമ്മനിയോട് അവർ പൊട്ടി തകരുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ 24-ാം സ്ഥാനത്ത് സ്കോട്ട്ലൻഡ്. വോഫുൽ ഇൻ ഓപ്പണിംഗ് ഡിഫീറ്റ് എന്നാണ് അവരെ വിശേഷിപ്പിക്കുന്നത്. നമുക്കറിയാം അത് അത്ര മോശമായിട്ടുള്ള ഒരു പ്രകടനം എന്ന് പറയേണ്ടി വരും. 23-ാമത് യുക്രൈനാണ്. ഡിസപ്പോയിൻറ്റിംഗ് വേ ടു സ്റ്റാർട്ട്. യുക്രൈനിൽ നമ്മൾ കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ആദ്യ മത്സരത്തിൽ അത് നമ്മൾ കണ്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 22-ാം സ്ഥാനത്ത് ജോർജിയ. അവർ നന്നായിട്ട് ബാറ്റിൽ ചെയ്തു, പക്ഷേ അത് മതിയാവുമായിരുന്നില്ല തുർക്കിയെ തോൽപ്പിക്കാൻ. 21-ാം സ്ഥാനത്ത് ഹംഗറിയിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്, പക്ഷെ അത് സംഭവിച്ചില്ല. സോ അവരുടെ ആ ഒരു പ്രകടനം അതിനൊത്തതായിരുന്നോ എന്ന കാര്യത്തിൽ സംശയം പലർക്കുമുണ്ട്. 20-ാം സ്ഥാനത്ത് അൽബേനിയ സ്പിരിറ്റഡ് ആണ്, ബട്ട് ലിമിറ്റഡ് ഡിഫെൻസീവ്ലി അതിനുള്ളൊരു മികവ് അവർക്കുണ്ടോ എന്നുള്ളത് തന്നെയാണ് ചോദ്യം. ആദ്യം ഗോളടിച്ച് അവർ ഞെട്ടിക്കുകയൊക്കെ ചെയ്തു, പക്ഷേ പിന്നീട് കാര്യമായിട്ടൊന്നും ആ കളിയിൽ അവർക്ക് ചെയ്യാൻ പറ്റില്ല. 19-ാം സ്ഥാനത്ത് ബെൽജിയം. ലുക്ക്ഡ് കംപ്ലീറ്റ്ലി ഡിസ്ജോയിൻറ്റഡ്. ആ ടീമിനിടയിൽ ഒരു ഒത്തിണക്കമില്ല എന്ന തോന്നലാണ് ആദ്യ കളിയിൽ ഉണ്ടായിരിക്കുന്നത്. ശരിയാണ്, ലുക്കാക്കുവിൻ്റെ 2 ഗോള് ഡിസലവ് ചെയ്തു എന്നതൊക്കെ ശരിയാണ്. എങ്കിൽ പോലും ബെൽജിയം എന്ന ടീമിൽ നിന്ന് ഇതല്ല പ്രതീക്ഷിക്കുന്നത്. 19-ാമതാണ് അവരുള്ളത്. 18-ാമത് ക്രൊയേഷ്യ. ഹ്യൂജ്ലി ഡിസപ്പോയിൻറ്റിങ് ഇൻ ഓപ്പണർ എന്ന് പറയേണ്ടി വരും. ക്രൊയേഷ്യയുടെ ആദ്യ മത്സരം തീർച്ചയായിട്ടും ആരാധകർക്ക് നിരാശ സമ്മാനിച്ചിട്ടുണ്ട്. സെർബിയ. അവരുടെ അറ്റാക്കിംഗ് ത്രെട്ട് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതിനവർക്ക് കഴിയാതെ പോയിരിക്കുന്നു. അവരാണ് 17-ാം സ്ഥാനത്ത്. 16-ാം സ്ഥാനത്ത് പോളണ്ട്. തീർച്ചയായിട്ടും അവരൊരു ടഫ് റോഡാണ് ഇപ്പോൾ ഫേസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ലെവൻഡോസ്കിയുടെ പരിക്ക് അവരെ വല്ലാതെ വലക്കുന്നുണ്ട്. 15-ാം സ്ഥാനത്ത് സെച്ചിയെ സംബന്ധിച്ചിടത്തോളം പോർച്ചുഗലിനെതിരെ അവർ നല്ല പ്രകടനം നടത്തി എന്ന് ഒരു അർത്ഥത്തിൽ വിശേഷിപ്പിക്കാമെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടായിരുന്നു. ആ മിസ്റ്റേക്കാണ് അവർക്ക് കളി നഷ്ടമാക്കി കളഞ്ഞതും. എന്തായാലും സെച്ചിയ വരുന്നു 15-ാമത്. 14-ാമത് ഓസ്ട്രിയ. സോ ഫ്രാൻസിനെ ഒന്ന് ഭയപ്പെടുത്തിയിട്ടുണ്ട് ഓസ്ട്രിയ എന്ന് തന്നെ പറയേണ്ടി വരും. ആ അർത്ഥത്തിൽ അവർ മോശമല്ലാത്ത പ്രകടനം നടത്തിയിട്ടുണ്ട്. 13-ാം സ്ഥാനത്ത് സ്ലൊവേനിയ. തീർച്ചയായിട്ടും സ്ലൊവേനിയയിൽ നിന്ന് ആരാധകർ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന് കെൽപ്പുള്ള ഒരു ടീമാണെന്ന തോന്നലാണ് ആദ്യ കളി ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് പറയേണ്ടി വരും. സ്ലൊവേനിയ 13-ാം സ്ഥാനത്ത് വരുമ്പോൾ 12-ാമതാണ് ഡെൻമാർക്ക് ഉള്ളത്. തീർച്ചയായിട്ടും അവർ ഒന്നുകൂടെ ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള തോന്നലുകൾ ഉണ്ടാക്കുന്നു. തുർക്കിയെയാണ് 10-ാം സ്ഥാനത്ത്. തുർക്കിയെ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ ജോർജിയക്കെതിരെ മികച്ച വിജയം, ആർദ ഗുളറുടെ ആ ഒരു കിടലൻ പ്രകടനമൊക്കെ എടുത്തു പറയണം. 10-ാമത് അവർ വരുന്നു. തീർച്ചയായിട്ടും നോക്കൗട്ട് സ്റ്റേജിലേക്ക് ഒരു കണ്ണവർക്കുണ്ട്. 9-ാമത് സ്വിറ്റ്സർലൻഡ്. സ്ട്രോങ് ആൻഡ് പോസിറ്റീവ് സ്റ്റാർട്ടാണ് അവരെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചിട്ടുള്ളത്. 8-ാമത് റൊമേനിയ. ആ പഴയ റൊമേനിയ, ജോർഗെ ഹാഗിയൊക്കെ കളിച്ചിരുന്ന ആ പഴയ റൊമേനിയ ആരാധകരുടെ മനസ്സിലങ്ങനെ പച്ചപിടിച്ച് നിൽപ്പുണ്ട് അവരുടെ അന്നത്തെ ആ ഒരു ടീം. പക്ഷേ റൊമേനിയയെ സംബന്ധിച്ചിടത്തോളം ആദ്യ കളിയിൽ അവർ നമ്മൾ ഞെട്ടിച്ചു എന്ന് പറയണം. കാരണം അവരുടെ ടീമിനെ പലരും എഴുതി തള്ളിയിരുന്നതാണ്. അത്ര വമ്പൻ ലീഗുകളിലൊന്നും കളിക്കുന്ന താരങ്ങളില്ല എന്നൊക്കെയായിരുന്നു വിലയിരുത്തൽ. പക്ഷെ റൊമേനിയ ആദ്യ കളി വളരെ കോൺഫിഡൻ്റ് ആൻഡ് അഗ്രസീവായിട്ട് കളിച്ചു. 8-ാമത് അവർ വരുന്നു. 7-ാമത് ഇറ്റലി.
ഇറ്റലി ഒരിക്കൽ കൂടി ഈ യൂറോ കപ്പിലെ ക്യാമ്പയിൻ അവർ ഡീസൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നിലവിലെ ചാമ്പ്യന്മാർക്ക് പ്രതീക്ഷകളുണ്ട്. 6ാമത് നെതർലൻഡ്സ്, അവർ ലുക്കിംഗ് കോൺഫിഡൻറ്റ് ആൻഡ് കംഫർട്ടബിൾ എന്ന് പറയേണ്ടി വരും ആദ്യ കളിയെക്കുറിച്ച്. 5ാം സ്ഥാനത്ത് പോർച്ചുഗൽ സംബന്ധിച്ചിടത്തോളം നല്ല ടീമുണ്ട്. ആദ്യ കളി അത്ര കൺവിൻസിങ് ആയിട്ടാണോ വിജയിച്ചതെന്ന കാര്യത്തിൽ സംശയമുണ്ട്. എങ്കിൽ പോലും ഗോട്ട് ദി ജോബ് ഡൺ എന്ന് പറയേണ്ടി വരും. ആശ്വാസമാണ്. 3 പോയിന്റ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഒറ്റ പോയിന്റ് ലഭിച്ചാൽ മതിയാവും മിക്കവാറും അവർ നോക്കൗട്ട് സ്റ്റേജിലേക്ക് എത്താൻ എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം. 4ാമത് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം നോട്ട് എൻറ്റയർലി കൺവിൻസിങ്, ബട്ട് ഹേ ജൂഡ് ബെല്ലിംഗാം അവിടെയുണ്ട് എന്ന കാര്യം മറക്കേണ്ടതില്ല. സോ ടീം കിടലൻ ടീമാണ്. പക്ഷേ എന്തൊക്കെയോ മിസ്റ്റേക്സ് ഒക്കെ ആരാധകർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സൗത്ത് ഗേറ്റ് വരുന്ന കളിയിൽ മാറ്റിമറിക്കും കാര്യങ്ങളെന്ന് പ്രതീക്ഷിക്കാം. ഫ്രാൻസ് 3ാമത്. സോ എംബപ്പേക്ക് പരിക്കാം, അടുത്ത കളിയിൽ അദ്ദേഹം ഉണ്ടായേക്കില്ല എന്ന രൂപത്തിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷെ എംബപ്പയെ പുറത്തിരുത്തിയാലും വിജയിക്കാനുള്ള ടീമൊക്കെ ഫ്രാൻസിനുണ്ട് എന്ന കാര്യം മറക്കണ്ട. ജർമ്മനി ഓൾറെഡി റൈഡിങ് വേവ് ഓഫ് മൊമെൻറ്റം. അതാണ് അവരുടെ ആദ്യ കളിയുടെ ആ ഒരു റിസൾട്ട് വന്നതിന് ശേഷം പറയാൻ കഴിയുക. ഏതായാലും ഇന്ന് അവർ 2ാമത്തെ കളിക്ക് ഇറങ്ങുന്നു. അവർ ആ ഒരു വിജയം തുടരും എന്ന പ്രതീക്ഷയിൽ ആരാധകരിക്കുന്നു. 1ാമത് പവർ റാങ്കിൽ 1ാമത് വരുന്നത് സ്പെയിനാണ്. സ്പെയിനെ സംബന്ധിച്ചിടത്തോളം മേഡൻ ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റാർട്ട് ആ കാര്യത്തിൽ തർക്കമില്ല. ലാമിൻ യമാലൊക്കെ പ്രായം മറന്നുള്ള കളിയല്ലേ കളിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ പ്രതീക്ഷ സ്പെയിനിൻ്റെ കാര്യത്തിൽ. അപ്പോൾ 1ാമത് വരുന്നത് സ്പെയിനാണ്. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും, നിങ്ങൾക്ക് വ്യത്യസ്തമായ റാങ്കിങ്ങും പറയാനുണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തിയ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.